പ്രജിതേ, ഈ ചൈന പാക് സാമ്പത്തിക ഇടനാഴി വീണ്ടും സജീവമാകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അതായത് ഇത് ഒരിടയ്ക്ക് ഈ സാമ്പത്തിക ഇടനാഴി നിർജീവമായിട്ടൊക്കെ ഇങ്ങനെ പോയതാ, അത് വീണ്ടും സജീവമാകുന്നു. അവർ അഫ്ഗാനിസ്ഥാനെ കൂടെ കൂട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ചൈനയും പാക്കും അഫ്ഗാനിസ്ഥാനെ കൂടെ കൂട്ടുകയാണ്. ഈ അഫ്ഗാനെ കൂട്ടുന്നതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ചൈനയുടെ ആഗോള അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഒരു സംരംഭത്തിന്റെ ഭാഗമാണ്, ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി. ആ ഇടനാഴിയിലേക്കാണ്, അതിനെ സിപെക് എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുക. അപ്പോൾ അതിലേക്ക് അഫ്ഗാനിസ്ഥാനും കൂടി ചേരുകയാണ്. അപ്പോൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് ഈ ഇടനാഴി എന്ന് പറയുന്നത്. അതാണ് അഫ്ഗാനിലേക്ക് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറിൽ ഇവരെത്തുകയും ചെയ്തിട്ടുണ്ട്. പാക് വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദർ, ചൈനീസ് വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള വാങ് യി, അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അമീർ ഖാൻ മുത്താക്കി, ഇവർ 3 പേരും തമ്മിൽ മെയ് 21 ബീജിംഗിൽ വെച്ചിട്ട് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിന് ശേഷമാണ് ഇവര് ഇതിന്റെ കരാറിലേക്ക് വരുന്നത്. അപ്പൊ സിപെക് വിപുലീകരണത്തിന് വേണ്ടിയിട്ട് കുറെ നാളുകളായിട്ട് ചൈനയും പാകിസ്ഥാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മറ്റു രാജ്യങ്ങളെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മറ്റാരും വന്നില്ല എന്നുള്ളതാണ് അതുവരെ. ഈ ഇടനാഴി കടന്നു പോകുന്നത് നമ്മുടെ POKയിലൂടെയാണ്, അതിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ പദ്ധതിയിൽ യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. ഇന്ത്യ ഇതിനെ നിശിതമായിട്ട് വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്ത്യ പാക് ബന്ധം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാൻ ഈ ഒരു പദ്ധതിയിലേക്ക് അവർക്കൊപ്പം ചേരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ആ ബന്ധമൊക്കെ വളരെ വഷളായി, യുദ്ധമൊക്കെ ആയി. അതെ, തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ചേരുമ്പോൾ അത് ഒരു വേറൊരു രാഷ്ട്രീയ മാനം വരികയാണ്. അപ്പോൾ സിപെക് എന്ന് പറയുമ്പോൾ മലേഷ്യക്കും ഇന്തോനേഷ്യക്കും ഇടയിലുള്ള മലാക്ക കടലിടുക്കും തർക്കപ്രദേശമായിട്ടുള്ള ദക്ഷിണ ചൈന കടലും ഒഴിവാക്കി അതിൻ്റെ ഒരു മധ്യപൂർവ്വദേശത്തു നിന്നുള്ള ചൈനയുടെ എണ്ണയുൾപ്പെടെയുള്ള ചരക്ക് ഗതാഗതം, ആ ചരക്ക് ഗതാഗതത്തിനുള്ള സമയവും ചെലവും കുറയ്ക്കുക എന്നുള്ളതാണ് ചൈനയുടെ ഇതിന്റെ ലക്ഷ്യം. ഈ മലാക്ക കടപ്പുറം അല്ലേ? മലാക്ക കടലിടുക്ക്. അപ്പൊ അതാണ് ചൈനയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിലേക്ക് ചൈനക്ക് വേണ്ട ഇടങ്ങൾ ചൈന നോട്ട് ചെയ്ത് അത് വലിച്ചടുപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ആവശ്യം നേടാനായിട്ട് അല്ലേ? അതെ. 2015 ഈ ഇടനാഴിയുടെ കാര്യങ്ങൾ വികസനത്തിനൊക്കെ ചൈന ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അത്രത്തോളം മുന്നോട്ട് പോയില്ല. അപ്പോൾ അഫ്ഗാൻ താല്പര്യം മുമ്പും ഇവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ 2015 വരുമ്പോൾ പോലും, ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ പോലും അഫ്ഗാനിസ്ഥാൻ വരുന്നതിനും അവരെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതന്ന് നടന്നില്ല. ഇപ്പോഴും ഇവർ ചേരുന്നത് എന്ന് പറയുന്നത് ആകെ യുദ്ധത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. ആ അഫ്ഗാനിസ്ഥാനെ വലിച്ച് തങ്ങളോട് അടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ചൈനയുടെ ലക്ഷ്യം. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്ന് പറയുമ്പോഴും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം, വ്യാപാര വിപുലീകരണം എന്നിവയൊക്കെ ലക്ഷ്യം വെക്കുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. പരസ്പരം ഇവർ പറയുകയാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇതിലേക്ക് വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഇവർ നടത്തും, ഇതിലൂടെ നടപ്പാകും എന്ന് പറയുകയാണ്. അപ്പോൾ മറ്റൊന്ന് മധ്യ ദക്ഷിണേഷ്യയെ ബന്ധിപ്പിക്കുന്ന, ഇതിനിടയിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ്. മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്ന വിപുലീകരണം എന്ന് പറയുമ്പോൾ ഈ പദ്ധതി വിപുലീകരിക്കുമ്പോൾ പാകിസ്ഥാനിലെ അടിസ്ഥാന സൗകര്യങ്ങളിലെ അഫ്ഗാനിസ്ഥാനിലെ റോഡുകൾ, റെയിൽവേ, പിന്നെ ധാതു സമ്പന്നമായിട്ടുള്ള പ്രവിശ്യകളൊക്കെ ഉണ്ട് അഫ്ഗാനിസ്ഥാനിൽ, അതുമായിട്ടൊക്കെ ബന്ധിപ്പിക്കും. ഇപ്പൊ ചേട്ടൻ ഒരു ക്ലിക്ക് വീണിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കറാച്ചി, പെഷാവർ, ML1 റെയിൽവേ ലൈനുണ്ട്. അഫ്ഗാൻ ചരക്ക് ഇടനാഴി, ഈ ഇടനാഴിയുമായിട്ടൊക്കെ ബന്ധിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. ടോർക്കാം, സ്പിൻ, ബോൾഡാക് ക്രോസിംഗ് പോയിന്റ്സ് വഴി ഹൈവേ നിർമ്മാണം,
അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇറാനെയും മധ്യേഷ്യയെയും അഫ്ഗാൻ പ്രദേശം വഴി ബന്ധിപ്പിക്കുന്ന ഊർജ പൈപ്പ് ലൈനുകൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇതുവഴി അഫ്ഗാനിസ്ഥാനിലെ ലിഥിയം, റെയർ എർത്ത് മെറ്റൽസ്, പ്രകൃതി വിഭവങ്ങൾ എന്നിവ അടിച്ചു മാറ്റുകയാണ് സത്യത്തിൽ ഈ നല്ല തമ്പുരാനായി നിൽക്കുന്ന ചൈനയുടെ ലക്ഷ്യം. സത്യം പറഞ്ഞാൽ അത്തരത്തിൽ എന്തെങ്കിലും അടിച്ചു മാറ്റാനായിരിക്കും എന്നുള്ള ഒരു തോന്നല് തുടക്കം മുതലേ ചൈനയുടെ അങ്ങനെ ആയതുകൊണ്ട് കേൾവിക്കാരൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിരുന്നു. ഒരു ധാതു അങ്ങനെ എന്തെങ്കിലും സംഭവം ഒന്നുമില്ലാതെ പോയിട്ട്, അതായത് അഫ്ഗാനിസ്ഥാന് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചരക്ക് ഗതാഗതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഒരു തുറമുഖമല്ല, അല്ല, ധാതു ഖനനം തന്നെയാണ്. അപ്പൊ ആ ഇടനാഴിയിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചൈനയുടെ ഒരു ബുദ്ധി, ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉപയോഗിക്കാത്ത ചെമ്പ് നിക്ഷേപങ്ങളിൽ ചിലതുള്ളത് അഫ്ഗാനിസ്ഥാനിലാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചെമ്പ് നിക്ഷേപങ്ങൾ. അപ്പോൾ അഫ്ഗാൻ 2008 ഈ പറയുന്ന അഫ്ഗാനിൽ ഒരു ചെമ്പ് ഖനി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈന മെറ്റലർജിക്കൽ ഗ്രൂപ്പ് 30 വർഷത്തെ പാട്ടക്കരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് ശരിയായി വരികയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചൈനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ, അതെ, ഈ ധാതു ഖനനങ്ങളാണ്. വളരെ റെയർ ആയിട്ടുള്ള എർത്ത് മെറ്റീരിയൽസ് എല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനിലുണ്ട്. ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടാണ് അഫ്ഗാനിസ്ഥാനോട് ചെന്ന് പറയുന്നത്, വാ സഹോദര, നമുക്ക് ഒരുമിക്കാം, നിങ്ങൾക്കും ഗുണമുണ്ടാകും ഞങ്ങൾക്കും ഗുണമുണ്ടാകും എന്നൊക്കെ പറയുന്നത്. അടിച്ചു മാറ്റുകയും ചെയ്യും. കാരണം പാകിസ്ഥാനുള്ള ഫണ്ട് കൊടുക്കലൊക്കെ മെല്ലെ പിൻവലിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് ഇനി ചൈനയുടെ രീതിയുമായി ബന്ധപ്പെട്ട് പോവുകയും ചെയ്യും. ഈ പറയുന്ന സാമ്പത്തിക ഇടനാഴിയിലേക്ക് അഫ്ഗാൻ കടന്നു വരുമ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ അത് വികസിപ്പിക്കാൻ ഒരു ഉണർവ് നൽകാനായിട്ട് ഈ ഇടനാഴി വഴി കഴിയുമെന്നാണ് ഈ അഫ്ഗാൻ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല എന്നുള്ളതാണ്. അതെ, അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ചൈനയായിട്ടോ പാകിസ്ഥാനായിട്ടോ മാത്രമല്ല, മധ്യേഷ്യൻ റിപ്പബ്ലിക്കുമായിട്ടും രാഷ്ട്രീയവും സാമ്പത്തികവുമായി ബന്ധം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പദ്ധതി എന്നുള്ളതാണ്. കടൽ തീരം എന്ന് പറയുന്ന ഒന്ന് അഫ്ഗാനിസ്ഥാനില്ല. അത് ഭൂപടം നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ സംബന്ധിച്ച് പ്രാദേശികമായിട്ടുള്ള കണക്ടിവിറ്റി അത് വർദ്ധിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ മെച്ചപ്പെട്ട ഗതാഗത ശൃംഖലയുടെ ഭാഗമാകുക എന്നുള്ളത് അഫ്ഗാനിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വളരെ വലിയ സ്വാധീനം ചെലുത്താനുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ വെല്ലുവിളികളൊന്നുമില്ലാതെ തന്നെ ഇവർക്ക് ഇവരുടേതായ ഉൽപ്പന്നങ്ങൾ വിനിമയം ചെയ്യാനും ഒക്കെ കഴിയുകയും ചെയ്യും. ഈ പദ്ധതി വഴി പാകിസ്ഥാൻ വഴി ചൈനയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത് സുപ്രധാനമായിട്ടുള്ള ഗതാഗത ഇടനാഴികളും ഊർജ പദ്ധതികളും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ നിർമ്മാണമൊക്കെ സുഗമമാക്കുമെന്നൊക്കെയാണ് ആര് വിചാരിക്കുന്നത്? അഫ്ഗാനിസ്ഥാൻ വിചാരിക്കുന്നത്. പക്ഷെ അഫ്ഗാനിലും ഭരണം ഒന്നും സുസ്ഥിരമല്ല. അപ്പൊ അവിടെ ഉണ്ടാകുന്നത് പാകിസ്ഥാനിൽ അതെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് പാകിസ്ഥാനിൽ ഉണ്ടാകുന്നതിന് സമാനമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അഫ്ഗാനിസ്ഥാനിൽ ഇനിയും ഉണ്ടാവും. ഇപ്പൊ ഒരുപാട് സഹായങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും ചൈന ഒടുവിൽ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പല മാൽദീവ്സിലെയും ശ്രീലങ്കയിലെയും ഒക്കെ വിഷയങ്ങൾ കൊണ്ട് നമുക്കറിയാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അറിയാം. അപ്പോൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം അവിടെ ഉള്ളത് കൊണ്ടാണ് ചൈന ധാതു സമ്പത്തൊക്കെ കൊള്ളയടിക്കുക എന്നുള്ളത് തന്നെയാണ് ചൈനയുടെ വഴി. അത് അഫ്ഗാനിസ്ഥാന് ദോഷം മാത്രമേ ചെയ്യാനുള്ള സാധ്യതയേ ഉള്ളൂ.